Good morning, all. Good morning, ma'am. ടീച്ചർ പിന്നെയും വന്നല്ലോ എന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. പക്ഷെ നമ്മുടെ അശ്വതി മാമിന്റെ ക്ലാസ് ലബോറട്ടറിയുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ മാമിന് വയ്യ, സിവിലായിട്ടിരിക്കുന്ന ആള്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുകയാണ്. സോ ഈ ഒരു ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, കുഴപ്പമുണ്ടോ? നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. ഇനിയിപ്പോ അശ്വതി മാമിന്റെ അത് വയ്യാത്തത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചിലപ്പോൾ എക്സാമിന് കാണണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലൈസിലൊക്കെ അയാള് ഇപ്പൊ എന്തായിരുന്നു പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഞാൻ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ കഴിയാനായിട്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയോ? ശിഷ മാമിന്റെ കംപ്ലീറ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഇനി നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തി പോകണം. കാരണം ബുധനാഴ്ച തുടങ്ങിയാണ്, വെനസ്ഡേ തുടങ്ങിയല്ലേ നിങ്ങളുടെ സ്റ്റഡി ലീവ് പറഞ്ഞിരിക്കുന്നത്. ടൈം ടേബിൾ ഒക്കെ തന്നോ? കിട്ടിയോ ടൈം ടേബിള്? എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടിയായിരുന്നോ? കിട്ടി മാം. ഓക്കെ, അപ്പോ വെനസ്ഡേ തുടങ്ങിയല്ലേ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ന് തുടങ്ങിയ സ്റ്റഡി ലീവ് പറഞ്ഞിരിക്കുന്നത്? 26. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് മുന്നേ ക്ലാസ് തീർക്കാനുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ക്ലാസ് അശ്വതി മാം എടുത്തായിരുന്നു അല്ലെ? ലബോറട്ടറി തന്നെ ചാപ്റ്റർ തുടങ്ങിയില്ലേ? തുടങ്ങിയോ? ഒരു ഓർമ്മയില്ലാത്തോ? എടുത്തായിരുന്നോ? ആരും ഉണ്ടായില്ലേ ക്ലാസ്സിൽ? ഓക്കെ, ഫസ്റ്റ് ഒരു പേജാണോ മാം എടുത്തത്? ഫസ്റ്റ് ഒരു പേജാണെന്നാണ് പറഞ്ഞിരുന്നത്. അത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് ഈ ടേബിൾ എടുത്തായിരുന്നോ ടീച്ചർ? എവിടെ തുടങ്ങിയായി പിന്നെ എടുക്കാനുള്ളത്? നമ്മള് ബയോളജി മുതൽ ഏതായിരുന്നു? കെമിക്കൽ. ഫസ്റ്റ് പേജിലെ ചെറിയ ബോക്സ്, ലാസ്റ്റത്തെ ബോക്സ്. ഓക്കെ ഓക്കെ, അതില് വൈറോളജി തൊട്ട് എടുക്കണം. മിസ് ഒരു പോർഷൻസ് എടുത്തെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ സെക്കൻഡ് ഹയറാർക്കി തുടങ്ങിയാണ് എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് ക്ലാസ്. ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടി ഒന്ന് ജസ്റ്റ് ആ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി നമുക്ക് ടൈം ഇല്ല അധികം റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള. പോർഷൻസ് തീർന്നാലേ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എടുക്കാൻ പറ്റുള്ളൂ. സോ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ജസ്റ്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് മൈക്രോബയോളജി മുതൽ എടുക്കുന്നത്. മൈക്രോബയോളജി വരെ എടുത്തിട്ടുള്ളൂ, മറ്റേ ബോക്സ് എടുത്തിട്ടില്ല. ഓക്കെ, നോട്ട് എന്തെങ്കിലും തന്നായിരുന്നോ? എക്സ്ട്രാ എന്തെങ്കിലും? എക്സ്ട്രാ തരുന്നുണ്ട്. അതിന് ബാക്കി നോട്ട്സ് അടുത്ത ക്ലാസ്സിന് തരാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. ജസ്റ്റ് അത് എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ, കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. മിസ് എടുത്തതാണ് എന്നോടൊപ്പം ഹയറാർക്കി തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്ലിനിക്കൽ മൈക്രോബയോളജി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി ഒന്ന് അടയാളപ്പെടുത്തി പോകാം. ഓക്കെ, കാരണം നമുക്കിനി എക്സ്ട്രാ നോട്ട് എഴുതാൻ ടൈം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കുക. അപ്പൊ നല്ല രീതിയിലൊക്കെ ഒന്ന് നോക്കാം. ക്ലിനിക്കൽ മൈക്രോബയോളജിയില് ഇതിൽ നമ്മൾ ഓരോ പഠനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് അത് പഠനം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് മാത്രം നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒറ്റ വരിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. കുറെ എക്സ്ട്രാ നോട്ടൊന്നും എഴുതിയിട്ട് നമുക്ക് എക്സാമിന് ടൈപ്പ് അങ്ങനെയൊന്നും വരില്ല. എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി. എന്താ ബാക്ടീരിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? എന്താ ബാക്ടീരിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ, സ്റ്റഡി ഓഫ് ദി ബാക്ടീരിയ. Then മൈക്രോബാക്ടീരിയോളജി എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോബാക്ടീരിയോളജി വരെയാണ് എടുത്തെന്ന് പറഞ്ഞത് ആണോ? സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനങ്ങളാണ് മൈക്രോബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, വൈറോളജി മീൻസ് എന്താണ്? സ്റ്റഡി ഓഫ് വൈറസ് അല്ലെ, അതായത് വൈറസിനെ കുറിച്ചുള്ള പഠനമാണ് വൈറോളജി. എഴുതിയെടുത്തോളൂ നിങ്ങള്, ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഒന്ന് എഴുതി അതിന്റെ സൈഡിൽ എഴുതി വെക്കാം. വൈറോളജിയുടെ അവിടെ എഴുതിക്കോളൂ സ്റ്റഡി ഓഫ് വൈറസ്. Then മൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? ഫംഗസുകൾ അല്ലെ, ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫംഗി, FUNGY. എഴുതുന്നുണ്ടോ? ഇതിനൊപ്പം തന്നെ എഴുതി പോണേ. വൈറോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വൈറസ്, മൈക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ഫംഗി. Then next one parasitology. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാരാസൈറ്റോളജി? നമുക്കറിയാം ഈ പരാദജീവികളൊക്കെ ഉണ്ട് അല്ലെ, പരാദസസ്യങ്ങളോ അല്ലെങ്കിൽ പരാദജീവികളെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈറ്റോളജി. Then immunology. പരാഗജീവികളുടെയും അല്ലെങ്കിൽ പരാഗ ജന്തുക്കളുടെയും മീൻസ് അങ്ങനെ പരാഗ വസ്തുക്കളുടെയൊക്കെയാണ് നമ്മൾ എന്ന് വിളിക്കുക? പാരാസൈറ്റോളജി എന്ന് വിളിക്കുന്നത്. സ്റ്റഡി ഓഫ് പാരാസൈറ്റ്സ് കേട്ടോ, സ്റ്റഡി ഓഫ് പാരാസൈറ്റ്സ്. പാരാസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് പാരാസൈറ്റ്സ്. നമുക്ക് എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ സ്റ്റഡിയെ കുറിച്ച് മാത്രം ജസ്റ്റ് ചെറിയൊരു നോട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞത്. പാരാസൈറ്റോളജി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് പാരാസൈറ്റ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അങ്ങനെ അധികം നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ചുള്ള പഠനമാണെന്ന് മാത്രമാണ് ഇപ്പൊ നമ്മള് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. അങ്ങനെ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരാറില്ല. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് മീൻസ് ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഈ പോർഷൻസും കംപ്ലീറ്റ് ആവാനുണ്ട്. ടീച്ചർ സ്പീഡിൽ എടുക്കണമല്ല, അത്യാവശ്യം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഇനി ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇത് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ കൊടുക്കുന്നത് നോട്ട്സ് എന്താണോ സ്റ്റഡി അതിനെ കുറിച്ചുള്ള പഠനം മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. Then immunology എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി പവർ അല്ലെ, നമ്മുടെ ബോഡിയിലുള്ള നമുക്ക് ചിലവർക്ക് നമുക്കറിയാം പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ വന്നു പെടാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എന്താ ഇമ്മ്യൂണിറ്റി ഇല്ലാതിട്ടാണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പോ ഇമ്മ്യൂണോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. സ്റ്റഡി ഓഫ് ഇമ്മ്യൂണിറ്റി. സ്റ്റഡി ഓഫ് എഴുതിക്കോളൂ കേട്ടോ, ഇമ്മ്യൂണോളജി എന്ന് എഴുതാം. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഇതാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഇമ്മ്യൂണോളജി. സ്റ്റഡി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. Then serology. എന്താ സെറോളജി കേട്ടിട്ടുണ്ടോ? സെറോളജി സെറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറം നമ്മുടെ ആന്റിബോഡീസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ബ്ലഡ് സെറത്തെ കുറിച്ചുള്ള പഠനം അല്ലെ, എഴുതിക്കോളൂ. സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. സെറോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. Study of blood serum. Then next one, clinical biochemistry. Clinical biochemistry എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാപരമായിട്ടുള്ളത്. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ നമുക്കറിയാം രോഗസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ളത്.
ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാൻ പറയുന്നത് ബയോകെമിക്കൽ അനാലിസിസ് മീൻസ് ബയോകെമിക്കൽ ആയിട്ടുള്ള വിശകലനങ്ങൾ, രോഗത്തെ കുറിച്ചുള്ള വിശകലനങ്ങളും അതുപോലെ തന്നെ ഹോർമോണൽ അസൈസ്, നമുക്കറിയാം ഹോർമോൺ പരിശോധനകൾ അല്ലെ, ഹോർമോൺ ടെസ്റ്റുകൾ. ഏതൊക്കെയാണ് ഹോർമോൺ പരമായിട്ടുള്ള നമ്മള് ഇപ്പൊ കണ്ടുവന്നിരിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്? ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? ഹോർമോൺ ചേഞ്ചസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള PCOD, PCOS പറയാം. വേറെ എന്തൊക്കെയുണ്ട്? തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വന്യത അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇത് വരാറുണ്ട്. ഇതിനൊക്കെയാണ് ഹോർമോണൽ അസൈസ്, അതായത് ഹോർമോണൽ ടെസ്റ്റുകൾ, ഹോർമോണൽ ചേഞ്ചസ് മൂലം വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്തുന്ന ടെസ്റ്റുകൾ. ഇത്രയുമാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. Then next one ഒരു ടേബിൾ ആണ് ഹൈറാർക്കി, അതായത് പൊസിഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഒരു ലബോറട്ടറി ചെല്ലുമ്പോൾ ഒത്തിരി സ്റ്റാഫുകളെ കാണാറുണ്ട് അല്ലെ. നമ്മൾ ഫസ്റ്റ്ലി ചെല്ലുമ്പോൾ എൻക്വയറിയിൽ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റിസപ്ഷനിൽ അല്ലെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മുടെ പേര് വിവരങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോ ഇന്ന ടെസ്റ്റിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോ ഒരു ലബോറട്ടറിയിൽ നമുക്കറിയാം ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അപ്പോ അവിടെയുള്ള സ്റ്റാഫുകളുടെ പൊസിഷനും ഇനി എന്താണ് ആ പൊസിഷന് വേണ്ട എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അവർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊസിഷന് നിങ്ങൾ പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ജസ്റ്റ് വായിക്കാം, എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ, എങ്കിലും പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കാം, ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഓരോരുത്തരുടെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ദെൻ അദ്ദേഹം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസും വായിക്കാം. ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ അല്ലെ. നമ്മള് ഹൈറാർക്കിന്നാണ് ഏറ്റവും ഉയർന്ന തട്ടിന്നാണ് താഴത്തോട്ടാണ് നോക്കുന്നത് കേട്ടോ ടേബിള്. ഏറ്റവും ഹൈ പൊസിഷൻ തുടങ്ങി ലോ പൊസിഷൻ വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലബോറട്ടറി ഡയറക്ടർ. നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായാലും വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഡയറക്ടറൊക്കെ കൂടുതൽ ഉയർന്ന ഒരു പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെയും ലബോറട്ടറിയില ലബോറട്ടറി ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു ഹൈ പൊസിഷൻ ആണ്. അപ്പോ ലബോറട്ടറി ഡയറക്ടർ. ഇനി എന്താണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എന്ന് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി മീൻസ് MD അല്ലെങ്കിൽ PhD ഒക്കെ എടുത്ത ഒരു വ്യക്തി ആയിരിക്കും. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. അതുപോലെ തന്നെ ലബോറട്ടറി ബോർഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കും. MD PhD ഒക്കെ എടുത്തൊരു അത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരാളായിരിക്കും ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Controls and manage all lab operations and ensure quality patient care. ലാബ് ഓപ്പറേഷൻസ് അല്ലെ, ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ അല്ലെ, അതായത് പേഷ്യൻസിന് നല്ല എൻഷ്യൂർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തുക. എന്താണ് പേഷ്യൻസിന്റെ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ നോക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണോ എന്ന് അറിയാത്ത പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു കെയർ കൊടുക്കുക. എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലായിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റുകളുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളായിരിക്കാം അല്ലെ. അപ്പൊ നമ്മള് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അവിടെ നിൽക്കുന്നവരോട് അല്ലെ, റിസൾട്ട് എങ്ങനെയുണ്ട്, നമുക്കറിയില്ലല്ലോ, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് റിസൾട്ട് കൊടുത്താലല്ലേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യും, ഇതിന്റെ ഈ ഡയറക്ടർക്ക് അയാൾക്ക് അത്യാവശ്യം അത്രയും ഡിഗ്രി MD PhD ഒക്കെ എടുത്ത വ്യക്തിയാണല്ലോ. സോ എന്ത് ചെയ്യും, അദ്ദേഹം നമ്മളുടെ ആ ടെസ്റ്റിന്റെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതും അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ ഫസ്റ്റ് പൊസിഷൻ, ഏറ്റവും ഹൈ പൊസിഷൻ ആയിട്ടുള്ള വ്യക്തിയാണ് ലബോറട്ടറി ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. MDO അല്ലെങ്കിൽ PhD ഒക്കെ എടുത്തൊരു പേഴ്സൺ ആയിരിക്കും. അദ്ദേഹം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓൾ ലാബ് ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള പേഷ്യൻസിന് കെയർ നൽകുക. റിസൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് പേഷ്യൻസിനോട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ. ക്ലിയർ ആയോ എല്ലാവർക്കും? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ഓക്കെ.
രണ്ടാമത് വരുന്ന വ്യക്തി. അപ്പോ ഡയറക്ടർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പൊസിഷൻ വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മീനിങ് മനസ്സിലാക്കിയിരിക്കുന്നത്? ലാബിൽ മാത്രമല്ല അല്ലെ, നമുക്ക് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MD അല്ലെങ്കിൽ PhD കുറച്ചുകൂടി ഡിഗ്രി ഹൈ ലെവൽ ഡിഗ്രി ഒക്കെ എടുത്ത ആളുകളായിരിക്കും കേട്ടോ. എഡ്യൂക്കേഷൻ നമുക്കിവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. എഡ്യൂക്കേഷൻ അങ്ങനെ ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി. റെസ്പോൺസിബിലിറ്റീസും ആ പൊസിഷനും ആർക്കാണോ ആ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെയാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ ഡോക്ടറൽ ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് ഒരു ഡോക്ടറലിന്റെ പോലത്തെ തന്നെ ഒരു ഡിഗ്രിയാണ്. സെയിം MD അല്ലെങ്കിൽ PhD ഒക്കെ ആയിരിക്കും. മേ ബി മാസ്റ്റർ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി എക്സ്പീരിയൻസ്ഡ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. ചിലപ്പോ അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാധാ ബാച്ചിലർ ഡിഗ്രി മാത്രമായിരിക്കാം. അപ്പോൾ അതാണ് ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. Provide supervision of technical and scientific functions of lab. അതായത് ലാബിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ളതും സയന്റിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനുകളിൽ ഒരു സൂപ്പർവിഷൻ ചെയ്യുക. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയണം, ടെക്നിക്കലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നത് ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും ടെക്നിക്കൽ പരമായിട്ട് കുറെ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരാണ് ആ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതുപോലെ ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്, അല്ലാതെ വരുന്ന സ്റ്റുഡന്റ് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പോ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത്? ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ടെക്നിക്കൽ സ്റ്റാഫ് ആയിരിക്കും. അപ്പോ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള ലാബില് ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർവിഷൻ ചെയ്യുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും. റെസ്പോൺസിബിലിറ്റീസ് മാത്രം ശ്രദ്ധിക്കുക, പഠിക്കണം. രണ്ടാമത്തെ ആളും കഴിഞ്ഞു. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മേൽനോട്ടം വഹിക്കുക. മൂന്നാമത് വരുന്നത് നോക്കാം, ജനറൽ സൂപ്പർവൈസർ. ഓർ കോമൺ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ആയിരിക്കും ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നോക്കാം, മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. അപ്പോ ഈ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ചിലപ്പോ ഈ ലബോറട്ടറി ഡയറക്ടർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെ ആയിരിക്കുന്നു. Then, depending on lab and experience, MLC, MD, MLT may be qualified. MLT ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ പറഞ്ഞ ജനറൽ സൂപ്പർവൈസർ എന്ന് വിളിക്കുന്നത്. MLS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് അർത്ഥം. MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അത് വേണമെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി എടുത്തോളൂ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് MLS, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. Then responsibilities നോക്കാം. Provide supervision of day-to-day functions of the lab. ലാബിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? മേൽനോട്ടം വഹിക്കുന്നു. അതാണ് ജനറൽ സൂപ്പർവൈസർ ചെയ്യുന്നത്. ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളെയും എന്ത് ചെയ്യുന്നു? മേൽനോട്ടം വഹിക്കുന്നു. നെക്സ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ദാറ്റ് ഈസ് MLT. നോക്കാം, അസോസിയേറ്റഡ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രിയേറ്റ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. MLT കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ certificate MLT program licensure certification may be required by employers. അതുപോലെ തന്നെ നമുക്ക് MLT ഉള്ളവർക്ക് നമുക്ക് ലാബൊക്കെ സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ അതിന്റെ ലൈസൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, സർട്ടിഫിക്കേഷൻസ് വേണം. ലൈസൻസ് സർട്ടിഫിക്കേഷൻ തൊഴിലുടമകൾക്ക്, അതായത് ആ വർക്ക് ചെയ്യുന്നവർക്കും ഒരു ലൈസൻസ് ഒക്കെ ഉണ്ടാവും. MLT പഠിച്ച സ്റ്റുഡൻസ് ആയിരിക്കണം. Then responsibilities എന്ന് പറയുന്നത് perform customary tests and quality control on test under supervision MLS and MT. അതായത് പതിവ് പരിശോധനകൾ. ഇപ്പൊ ഡെയിലി വരുന്ന കുറെ ഇപ്പോ ലാബിൽ നിന്നൊക്കെ അറിയാലോ, എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പരിശോധനകളും അതുപോലെ തന്നെ അതിന്റെ ഗുണനിലവാരങ്ങളും ക്വാളിറ്റി കൺട്രോൾ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ ദി സൂപ്പർവിഷൻ MLS, അതായത് മെഡിക്കൽ അതായത് ജനറൽ
സൂപ്പർവൈസറിന്റെ കീഴിലും അല്ലെങ്കിൽ ജനറൽ സൂപ്പർവൈസറിന്റെ കീഴിലൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ ടെസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ. അതായത് സാധാരണ നമ്മൾ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT ഒക്കെ പഠിച്ച വ്യക്തികൾ ആയിരിക്കണം. ഫ്ലിപ്പറ്റോമിസ്റ്റ് എന്ന് വെച്ചാൽ PBT, ഹൈസ്കൂൾ ഡിഗ്രി, ഏറ്റവും ലോ ആണ് ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. അത്യാവശ്യം ഹൈസ്കൂൾ ഡിഗ്രി വേണം, അതുപോലെ തന്നെ ട്രെയിനിങ് വേണം, വർക്ക് എക്സ്പീരിയൻസ് വേണം. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്. ഇപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് മീൻസ് അല്ലെങ്കിൽ സാമ്പിളൊക്കെ എടുക്കലും സാമ്പിളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, സാമ്പിൾ ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഫ്ലിപ്പറ്റോമിസ്റ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് കേട്ടോ. MT എന്ന് പറയുന്നത് മെഡിക്കൽ ടെക്നീഷ്യൻ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ. എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യങ്ങളെന്ന്, ഒരു ലാബിനുള്ളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Infrastructure of the laboratory changes with the needs of the clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. ഇപ്പൊ നമുക്കറിയാം ക്ലിനിക്കൽ, അതായത് നമ്മൾക്ക് ചികിത്സാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും മറ്റുമായിട്ട് നമുക്കറിയാം ഈ ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെ. നമുക്കറിയാം എപ്പോഴും ലബോറട്ടറി ഒരുപോലെ ആയിരിക്കും, അല്ല അവിടെ കൂടുതൽ പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അല്ലെ. ഈ ചാപ്റ്റർ എക്സാമിന് ഇല്ലല്ലോ, എക്സാമിന് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ അല്ലേ ലബോറട്ടറി, ആണോ? അപ്പോ നമ്മള് ചികിത്സാപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളൊരു റെഗുലേറ്ററി ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെ, ഒരു അന്തർദേശീയമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളും പുതിയ പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ലാബിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. Then infrastructure of a laboratory directly affects the quality of research data, efficiency and safety laboratory workers. അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ, ലബോറട്ടറിയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് റിസർച്ച് ഡാറ്റകളെയും അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ട് ലബോറട്ടറി വർക്കേഴ്സിനെയും. പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വർക്കേഴ്സിന് കൂടുതൽ അവർക്കെല്ലാം കൂടുതൽ അതുകൊണ്ട് പ്രയോജനം കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നു. The management of the laboratory is responsible for providing sufficient resource to staff, guarantee efficient working of a laboratory. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ലബോറട്ടറിയുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം, നല്ല രീതിയിലൊരു ലബോറട്ടറി വർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ജീവനക്കാർക്ക് അല്ലെ സ്റ്റാഫുകൾക്ക് മതിയായിട്ടുള്ള റിസോഴ്സ് കൊടുക്കണം. റിസോഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, കൂടുതൽ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സുകളൊക്കെ കൊടുക്കുക അല്ലെ, വിഭവങ്ങൾ നൽകുന്നതും അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം അല്ലേ. സ്പീഡ് കൂടുതലാണോ? കുറച്ച് സ്പീഡിൽ പോയതാണ് കേട്ടോ, കാരണം പോർഷൻസ് കവർ ചെയ്യണം. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാനായിട്ട്? ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടിയാന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത് കേട്ടോ. അപ്പോ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത് ഇത്രമാത്രം പറയുന്നുള്ളൂ. നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ച് വർദ്ധിപ്പിക്കണം അല്ലെ. നമുക്ക് എന്താണ്, അടിസ്ഥാന സൗകര്യങ്ങളെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക. മീൻസ് എന്താണ്, ഇപ്പൊ നമ്മള് പുതിയ പുതിയ പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഗവേഷണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾക്ക് ആവശ്യമായിട്ടും നമ്മളുടെ ടെക്നിക്കൽ പരമായിട്ടും പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളും മറ്റും കൊണ്ടുവരിക, പുതിയ സാങ്കേതിക വിദ്യകളും മറ്റും കൊണ്ടുവരിക. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ലബോറട്ടറിയിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ
ഒരു ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അത് നമുക്ക് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റയെ അത് അഫക്ട് ചെയ്യുന്നത്. മീൻസ് പുതിയ ഗവേഷണങ്ങളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ലബോറട്ടറി വർക്കേഴ്സിന് അത് ബെനിഫിറ്റബിൾ ആണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് the management of the laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory. അതായത് ഒരു ലബോറട്ടറിയിലെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് നല്ലൊരു ഗ്യാരണ്ടി കൊടുക്കുക. അതായത് എല്ലാ വിഭവങ്ങളും ലഭ്യമാക്കുക. ഇവിടെ വിഭവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്യുപ്മെന്റ്സുകളും മറ്റ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും നല്ല രീതിയിൽ ലബോറട്ടറി വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാഫിന് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യാം? മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്ന് മാത്രം ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ആ ഒരു പോർഷൻ മാത്രം ഇച്ചിരി ഡിഫിക്കൽട്ട്, ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നി കാണും. ഇനി കുഴപ്പമില്ല, പോയിന്റ്സ് ആണ് കേട്ടോ. Next നോക്കാം. Good laboratory design should examine the following. എങ്ങനെയാണ് നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്, എന്തൊക്കെയാണ് ഒരു ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, signage within or outside the facility should be made available that consists of the following information: name, registration number, service offered, working hours, contact number, fees for different tests and services. നമുക്കറിയാം, നമ്മളൊരു ലാബിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ലാബിന്റെ ഫ്രണ്ടില് ഒരു ബോർഡൊക്കെ ഉണ്ടാവും അല്ലെ? എന്തൊക്കെ കാര്യങ്ങളായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ആ ഒരു ലാബിന്റെ നെയിം ഉണ്ടാകും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു നമ്പർ, ലൈസൻസ് വേണമല്ലോ ഒരു ലാബ് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോ അതിന്റെ പേരുണ്ടാകും. അതിന്റെ ഒപ്പം തന്നെ അതിന്റെ അടിയിൽ എന്തുണ്ടാവും? രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്തതെന്ന് വലിയൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലബോറട്ടറിയിൽ പോയപ്പോൾ നോക്കിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്? നെയിം ഉണ്ടാകും, രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ എന്താണ് അവിടെ ചെയ്ത സർവീസ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനിയെങ്കിലും പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോന്ന്. അപ്പോ നെയിം ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. ദെൻ സർവീസുകൾ, മീൻസ് എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് അവേഴ്സ് അല്ലെ, എത്ര ലാബിന്റെ പ്രവർത്തന സമയം കൊടുക്കാറുണ്ട്. ചിലപ്പോ മോർണിംഗ് 8 to ഈവനിങ് എത്ര ടൈമാണ് ലാബിന്റെ പ്രവർത്തന ടൈം കൊടുക്കാറുണ്ട്. ദെൻ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. ചിലപ്പോ ഫീസ് എല്ലാവർക്കും കൊടുക്കണമെന്നില്ല. പക്ഷെ ചില ഏരിയകളില് ചില ലാബുകളിലൊക്കെ എഴുതാറുണ്ട് ഓരോ ടെസ്റ്റിനും ഇത്ര ഫീസ് എന്നുള്ളത് പ്രത്യേകം എക്സ്പ്ലനേഷൻ അവിടെ ചെയ്തിട്ടുണ്ടാകും. അപ്പോ ഫസ്റ്റ് നമ്മൾ ഒരു ലബോറട്ടറിക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നെയിം വേണം, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം, വർക്കിംഗ് അവേഴ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ സർവീസ് ആണ് അവർ ഓഫർ ചെയ്യുന്നതും കൊടുക്കുക. സെക്കൻഡ് വൺ, essential health and safety regulations. Use safety signage as applicable. അതായത് നമുക്കറിയാം ആരോഗ്യ സുരക്ഷ നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ സൈനേജ് പോലെ കൊടുക്കുക. മീൻസ് സുരക്ഷാ സൂചകങ്ങൾ ഉപയോഗിക്കാൻ. അതായത് ചിലപ്പോ എന്താണ് ചിലർക്ക് നമ്മൾ ലാബില് ചില ഏരിയയിലോട്ടൊക്കെ മീൻസ് അകത്ത് പ്രവേശിക്കരുത് അല്ലെ, വേറെ പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല, അല്ലെങ്കിൽ ആ ഏരിയയിലോട്ട് പോകരുതും, അങ്ങനെ എന്തെങ്കിലും സൈൻ ബോർഡുകളൊക്കെ വെക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഏരിയയിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല, സ്റ്റാഫുകൾക്ക് മാത്രം പ്രവേശനം ഉണ്ടാകുള്ളൂ അല്ലെ. ഇപ്പൊ സ്കാനിങ്ങിന്റെ ആ ഒരു ഏരിയയിലോട്ടും മറ്റു ടെസ്റ്റുകള് അതിനുള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല അല്ലെ. റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ അങ്ങനെയൊക്കെ നമുക്ക് പ്രവേശനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള സുരക്ഷാ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, എമർജൻസി പ്ലാൻസ്. എമർജൻസി പ്ലാൻസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് എക്സെട്ര ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസും. അതായത് ഇതുപോലെ തന്നെ നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫയറിന്റെ ഒക്കെ ഒരു ഇത് കാണാറുണ്ട് ഹോസ്പിറ്റലുകളിലും മറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വെക്കാറുണ്ട്. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും തീപിടുത്തവും മറ്റൊക്കെ ഉണ്ടായാൽ അതിനുള്ള സേഫ് ആയിട്ടുള്ള നടപടികൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കെമിക്കൽ സ്പില്ലേജ്. എന്തായിരുന്നു കെമിക്കൽ സ്പില്ലേജ്? പഠിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ അല്ലെ. എന്തെങ്കിലും
സ്പില്ലേജ് ലീക്ക് ആവുന്ന തരത്തിലുള്ളത്, അതുപോലെ തന്നെ ലാബ് ആക്സിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കെമിക്കൽ എന്തെങ്കിലും പൊട്ടുകയോ ടെസ്റ്റ് എന്തെങ്കിലും അത്രയുള്ള മീൻസ് എക്യുപ്മെന്റ്സിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളോ അതിനെല്ലാം നമുക്ക് എമർജൻസി പ്ലാൻ ആയിട്ട് കരുതണം. ദുരന്ത നിവാരണ പദ്ധതികൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. Then fourth one, constant പവർ സപ്ലൈ. സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി വിതരണം വേണം. ലാബിലെ പ്രവർത്തനങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് ആവശ്യമാണ് അല്ലെ. അപ്പോ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി. ഇപ്പൊ വേണ്ടി നമ്മൾക്കറിയാം ഹോസ്പിറ്റലൊക്കെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് കറക്റ്റ് ആണോ ജനറേറ്റർ വർക്ക് ചെയ്യാനോ ഡീസൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് വൈദ്യുതി മീൻസ് കറണ്ട് പോകാൻ പാടില്ല. കാരണം മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത് കറണ്ടിലാണല്ലോ. സോ നല്ല രീതിയിലുള്ള വൈദ്യുതി സപ്ലൈ ഉണ്ടായിരിക്കണം. വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ. വെന്റിലേഷൻ വേണം നല്ല രീതിയിൽ. എന്താ വെന്റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂംസിനൊക്കെ വെന്റിലേഷൻ ഫെസിലിറ്റീസ്, വായു അകത്തേക്ക് പ്രവേശിക്കണം അല്ലെ. അതിനുള്ള വെന്റിലേഷൻ ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് കൺട്രോൾ മീൻസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര അല്ലെ. ഇപ്പൊ എങ്ങനെയാണ് ചിലപ്പോൾ ലാബിലൊക്കെ ചില ലാബിലൊക്കെ AC ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ഒരു ടെമ്പറേച്ചർ ഒക്കെ നിലനിർത്തണം അല്ലെ. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അധികം ചൂടും കാര്യങ്ങളൊക്കെ ഒന്നും നിലനിർത്താതെ നല്ല രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ കൊടുക്കുക. ആൻഡ് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ്. ലാബിനുള്ളിൽ കയറുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള ലൈറ്റനിങ് ഒക്കെ ഉണ്ടാവും. ഇട്ട് കൂടിയിട്ടുള്ള ലാബായിരിക്കോ? ആണോ? നിങ്ങൾ ലാബിലൊക്കെ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ലാബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോ ലൈറ്റനിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ പേപ്പറായിട്ട് പോകണ്ട, പഠിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസൈൻസിൽ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല ട്യൂബ് ലൈറ്റുകളും ലൈറ്റനിങ് വേറെ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ പഠിക്കണല്ലേ എന്തായാലും. Communication facility with the referral centers. Communication facility means referral centers. Referral centers എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ നിന്ന് മറ്റും ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ലാബുകൾക്ക് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ചില ഡോക്ടേഴ്സ് നമ്മളോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന ലാബിൽ തന്നെ പോയി ചെയ്യണം. ചിലപ്പോൾ ലാബിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും ഇല്ലേ, പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ. നമുക്ക് ഇഷ്ടമുള്ള ലാബിലല്ല പോവാൻ പറയുന്നത്. ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം ആ ലാബിന്റെ പേര് സ്പെസിഫിക് ചെയ്ത് തന്നിട്ടുണ്ടാവും. കാരണം അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലേക്കും ഓരോ ലാബിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ അതാണ് റെഫറൽ സെന്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ട്രാൻസ്പോർട്ട്, ഇപ്പൊ സാമ്പിൾ ഒക്കെ എടുത്തിട്ടേ ഇപ്പൊ ഒരു ലാബുകാരുടെ തന്നെ ഇപ്പോൾ DDIC ഒക്കെ പോലുള്ള ലാബുകാർക്ക് അവർക്ക് ഒരു ചിലപ്പോ അവരുടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള പല ഏരിയകളിൽ ഉണ്ടാവും ലാബ്. ഒന്നിൽ കൂടുതൽ ലാബുകൾ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ പോയ ലാബില് ഇപ്പൊ ഒരു തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ടെസ്റ്റ് അവിടെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല. സോ അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് അത് ടെസ്റ്റിന് സാമ്പിൾ അയക്കാറുണ്ട് ഇല്ലേ. ചില ടെസ്റ്റുകൾ നമുക്ക് റിസൾട്ട് വൈകും. കാരണം സാമ്പിള് നമ്മള് വേറെ അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് അയച്ചിട്ട് ചിലപ്പോൾ റിസൾട്ട് വരാനൊക്കെ ഒരു 3 ദിവസമൊക്കെ പിടിക്കുന്ന അറിയും. നോർമലി അലർജി ടെസ്റ്റുകളും അല്ലെങ്കിൽ തൈറോയിഡ് ടെസ്റ്റ് ഒക്കെയാണ് കുറച്ച് താമസം വരുന്ന ടെസ്റ്റുകൾ അല്ലേ. ആണോ? സാധാരണ നമുക്ക് നോർമലി ഉള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടാറുണ്ട്. സോ ട്രാൻസ്പോർട്ട് സ്പെസിമെൻ അല്ലെ സാമ്പിള് മറ്റു റെഫറൽ സെന്ററുകളിലേക്ക് നമ്മൾ അയച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു 2 ഡേയ്സോ അല്ലെങ്കിൽ അവര് ഇന്ന എത്ര ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റിന്റെ റിസൾട്ട് ആകുമ്പോഴെന്ന് നമ്മളോട് പറയാറുണ്ട്. കാരണം അവരെന്ത് ചെയ്യുന്നു, നമ്മളിൽ നിന്നും എടുത്ത ആ ബ്ലഡ് സാമ്പിളോ എന്ത് സാമ്പിളോ ആയിക്കോട്ടെ അത് അവരുടെ മറ്റു റെഫറൽ സെന്ററിലേക്ക് അയച്ചിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നത്. Then large areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. അല്ലെ, നമ്മൾ പറഞ്ഞ നേരത്തെ സുരക്ഷാ ഇതിന്റെ ഭാഗമായിട്ട് വാർണിംഗ് സൈൻസ് കൊടുക്കുന്നത് അല്ലെ, വാർണിംഗ് സിംബൽസ്. എന്തിനൊക്കെയാണ് സിംബൽസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. കാർസിനോജൻസ്. എന്താ കാർസിനോജൻസ് കേട്ടിട്ടുണ്ടോ? കാർസിനോജൻസ് മീൻസ് അതൊരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പോലത്തെ ഒരു എന്താ പറയാ
ഈ നമ്മളെ ക്യാൻസർ ഒക്കെ വരാൻ കാരണമാകുന്ന രീതിയിലുള്ള വികിരണങ്ങളെയാണ് ഈ ക്യാൻസറുമായിട്ടൊക്കെ മീൻസ് ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ക്യാൻസറോജൻസ്. അതിന്റെ ഒരു വികിരണങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കീമോ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയുള്ള വികിരണങ്ങളൊക്കെ ഇല്ലേ, അതിനാണ് ക്യാൻസറോജൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ്, റേഡിയോ കിരണങ്ങൾ, നമ്മൾ റേഡിയേഷൻ ചെയ്യില്ലേ അതിന്റെ വികിരണങ്ങൾ. അതുപോലെ തന്നെ ബയോഹസാർഡ്സ്. എന്താ ബയോഹസാർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയോഹസാർഡ്സ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയിട്ടോ? മറ്റ് തരത്തിലുള്ള വേസ്റ്റുകളും മറ്റും, അതായത് ഇപ്പോ ഫ്ലൂയിഡ്സിൽ നിന്നും മറ്റും വരുന്ന വേസ്റ്റുകൾ. ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള കാർസിനോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ക്യാൻസർ ഒക്കെ വരുന്ന തരത്തിലുള്ള വികിരണങ്ങൾ കെമിക്കലാണ്. മീൻസ് കീമോ ഒക്കെ ചെയ്യുമ്പോ ഒക്കെ അതൊക്കെ കെമിക്കൽ ആണല്ലോ ശരിക്കും. അതുകൊണ്ടാണ് അത്ര സുരക്ഷിതമായിട്ട് അതിന് സെപ്പറേറ്റ് റൂമും കീമോ ചെയ്യുന്ന റൂമിലേക്കും ആ ഒരു ഏരിയയിലേക്ക് പോലും നമുക്ക് മറ്റാർക്കും പ്രവേശനമൊന്നും കൊടുക്കാറില്ല അല്ലെ. സോ ഇങ്ങനെയുള്ള ആ ഏരിയകളിൽ ഒരു വാർണിംഗ് സൈൻസ് കൊടുക്കാണ്. വാർണിംഗ് സൈൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ചിലപ്പോ ഇതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അനുവാദം കൂടാതെ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ബോർഡുകൾ എഴുതി വെക്കുക. മീൻസ് ഈ റേഡിയോ അതൊക്കെ വികിരണങ്ങളൊക്കെ നമ്മളിൽ ഇൻഫെക്ഷൻസും മറ്റും ഉണ്ടാക്കുന്നത് മൂലം അതിനെന്ത് ചെയ്യാം, വാർണിംഗ് സൈൻസ് കൊടുക്കുക. Then to eschew cross contamination, the basic infrastructure facilities should have separated designated area for reception, for specimen collection, for waiting work area, disposal area, cleaning of glass vase, toilet facilities for staff and for patients. ഓരോന്നും എടുത്ത് വായിക്കാം. To eschew എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ള മീനിങ്, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. To eschew cross contamination of basic infrastructure facilities അല്ലേ. അതായത് നമുക്കറിയാം ഇപ്പോ മലിനീകരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹാവ് സെപ്പറേറ്റ് ഡെസിഗ്നേറ്റഡ് ഏരിയ ഫോർ, അതായത് മലിനീകരണങ്ങൾ ഉണ്ടാവുമല്ലോ ലാബില് ഒത്തിരി. മീൻസ് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ്സും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ബ്ലഡും അങ്ങനെയുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ലാബില് മലിനീകരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോ റിസപ്ഷൻ അല്ലെ, നമ്മൾ സ്വീകരിക്കുന്ന ഒരു നമ്മൾ കയറുന്ന അത് ഫസ്റ്റ് എൻക്വയറി ആ ഒരു റൂം റിസപ്ഷൻ. അതുപോലെ തന്നെ നമ്മള് കളക്ട് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ നമ്മള് ബ്ലഡ് സാമ്പിളും മറ്റും കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ. ദെൻ വെയിറ്റിംഗ് അല്ലെ, വെയിറ്റിംഗ് ഏരിയ. അതുപോലെ തന്നെ ഡിസ്പോസൽ ഏരിയ, ക്ലീനിങ് ഗ്ലാസ് അല്ലെ. അവർക്ക് എല്ലാവർക്കും മതിയാവുന്ന തരത്തിൽ വൃത്തിയാക്കി ഇടണം എന്നാണ് പറയുന്നത്. ഡിസ്പോസൽ ഏരിയയും ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ഗ്ലാസുകളും മറ്റും എന്ത് ചെയ്യണം, ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ എന്താ ലാസ്റ്റ് വൺ പറയുന്നത്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും വേണ്ടി കൃത്യമായിട്ടും നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഇപ്പൊ യൂറിനും മറ്റും ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇനി പുറത്ത് വേറെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അന്വേഷിച്ച് നടക്കണം. സോ ആ ലബോറട്ടറി തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനീകരണം, കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റിസപ്ഷൻ ഏരിയയിലും അതുപോലെ തന്നെ കളക്ഷൻ എടുക്കുന്ന ഏരിയ, വർക്ക് ഏരിയ, ഡിസ്പോസൽ ഏരിയ, ഇവിടെ എല്ലാം ക്ലീൻ ആയിരിക്കണം. ഓക്കെ. ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമ്മളെ ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, specimen sample slide storage facility including cold storage wherever applicable. Only authorized personnel should have access to examination area, record keeping areas. അതായത് നമുക്കറിയാം ഈ അതായത് ചില ഏരിയകളിലേക്ക് അല്ലെ, ഓക്കെ, ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആക്സസ് ടു എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസ്. അതായത് ബാധകമായിട്ടുള്ള ഇടങ്ങളിൽ ചില ഏരിയകള് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏരിയകളിൽ കോൾഡ് സ്റ്റോറേജുകൾ, മീൻസ് കോൾഡ് സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാമ്പിളുകളും മറ്റും സ്റ്റോറേജ് ചെയ്തിട്ടുള്ള ഏരിയകളും മറ്റുണ്ടാവും. അത്തരത്തിലുള്ള ഏരിയകളിലേക്ക് ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ, അതായത് ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അംഗീകൃതമായ ഉദ്യോഗസ്ഥർക്ക് അല്ലെ അവിടെ പ്രവേശിക്കാനുള്ള മീൻസ് അംഗീകൃതമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതിന്റെ ഓതറൈസ്ഡ് പേഴ്സണൽ മാത്രമേ ഈ പരീക്ഷാ സ്ഥലത്തേക്ക് എക്സാമിനേഷൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് ഈ ഇതുപോലെ തന്നെ ഇപ്പോ ബ്ലഡും യൂറിനും അങ്ങനെ സാമ്പിളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഏരിയകളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ.
അല്ലെ? അപ്പോ അതുപോലെ തന്നെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏരിയയിലേക്ക് പ്രവേശനം, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസ് അവിടേക്ക് പ്രവേശനം അനുവദനീയമുള്ളൂ. വേറെ പുറത്തുനിന്ന് ഇപ്പൊ നമ്മളൊരു ലാബിൽ പോയി അല്ലെ, നമ്മള് ചിലപ്പോ അവിടെ ഇരുന്നു, നമ്മളുടെ ബ്ലഡ് ഒക്കെ അവരെടുത്തു, അവർ ആ ബ്ലഡ് സാമ്പിൾസ് കൊണ്ട് മറ്റൊരു റൂമിലേക്ക് വെക്കാറുണ്ട്. ആ ഏരിയയിലോട്ട് നമ്മൾ പോകാറുണ്ടോ? ഒന്ന് പോയി നോക്കിയേക്കാം വിചാരിച്ച് നോക്കാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ നമ്മൾ അനുവദിക്കാറുണ്ടോ നോക്കാനായിട്ട്? ഇവര് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ടാകും അല്ലെ? എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാനൊക്കെ ഒന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ പോകാറുണ്ടോ? നോക്കിയിട്ടുണ്ടോ നിങ്ങള്? എന്തുകൊണ്ടാണ്? അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഓതറൈസ്ഡ് പേഴ്സണലിന് മാത്രമേ ആ ഒരു ഏരിയകളിലേക്കും അവരുടെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏരിയയിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ലൊരു ലാബിന് വേണ്ട ഡിസൈൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ. നമുക്ക് നോർമലി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാനാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സൈനേജ് വേണം അല്ലെ? ആ ഒരു ലാബിന്റെ പേര് കൊടുക്കണം, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, എന്തൊക്കെ സർവീസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, വർക്കിംഗ് അവേഴ്സ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞു സേഫ്റ്റി സൈനേജുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഫയറോ അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡൻസ് അതുപരമായിട്ടുള്ള സൈനേജും സിംബൽസ് ഒക്കെ കൊടുക്കുക. സ്ഥിരമായിട്ടുള്ളൊരു വൈദ്യുതി ആവശ്യമാണ്. നല്ല രീതിയിലുള്ള ഒരു വെന്റിലേഷനും എൻവയോൺമെന്റും ടെമ്പറേച്ചറും കീപ്പ് ചെയ്ത് പോവുക. മറ്റു റെഫറൽ സെന്റേഴ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഡോക്ടേഴ്സ് സെയിം ലാബിന്റെ പേരൊക്കെ എഴുതി തന്നെ ഓർക്കാം. ട്രാൻസ്പോർട്ട്, നമ്മളൊരു ലാബില് ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു അതിന്റെ ഒരു ബ്രാഞ്ചിലേക്ക് വിട്ടിട്ട് നമുക്ക് അവിടെ നിന്നായിരിക്കും അതിന്റെ റിസൾട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് ആകുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്പൊ റേഡിയോ ഐസോടോപ്പും ബയോഹാസാർഡ്സ് ലേസേഴ്സിന്റെ ഒക്കെ അവിടേക്ക് ഉണ്ടെങ്കിൽ വാർണിംഗ് സയൻസുകൾ നൽകണം. മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയയും ഡിസ്പോസൽ ഏരിയയും റിസപ്ഷൻ ഏരിയയൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുക. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പേഷ്യൻസിനും സ്റ്റാഫിനും ഒരുക്കുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓതറൈസ്ഡ് പേഴ്സണലിന് മാത്രമേ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏരിയകളിലേക്കും അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയയിലേക്കും പ്രവേശനം അനുവദീയമുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി കുഴപ്പമില്ല, വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ പോയിന്റ്സ് ആണ്. ആണോ? ഇത് പറ്റിയാറില്ല ക്ലാസ്സില്? ഓക്കെ. നെക്സ്റ്റ് വൺ, ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ പ്രാധാന്യം കൊടുത്ത് തന്നെ ശ്രദ്ധയോടെ കേൾക്കാം. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു നേബൽ, NABL. എന്താ നേബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. NABL അതിന് താഴെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളൂ. NABL നാഷണൽ അക്രഡിറ്റേഷൻ, national accreditation, national accreditation board for board, BOARD, national accreditation board for testing national accreditation board for testing and calibration CALIBRATION, calibration. Laboratories ഒന്നുകൂടെ പറയാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എഴുതിയോ?
ഓക്കെ. അപ്പോ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് കാലിബ്രേഷന്റെ കീഴില് നമ്മള് ലബോറട്ടറീസിന് മെയിൻ ആയിട്ട് സെക്കൻഡ് വേർഡ് അക്രഡിറ്റേഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ ACCREDITATION. Okay. കംപ്ലീറ്റ് ചെയ്തോ? National Accreditation Board for Testing and Calibration Laboratories. Complete ചെയ്തെല്ലാവരും. Okay. ഓക്കെ. അപ്പോ ഈ NABL അടിസ്ഥാനത്തില് നമ്മള് മെയിൻ ആയിട്ട് ലാബുകളെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. First one small sized, second one medium, then large sized and very large sized. മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ നോക്കാം, സ്മോൾ സൈസ്ഡ്. സ്മോൾ സൈസ്ഡിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. A laboratory that receives sample of up to 100 patients per day. അല്ലെ, അതായത് ഒരു ദിവസത്തിൽ ഒരു 100 പേഷ്യൻസിന്റെ സാമ്പിൾ എടുക്കുന്നു. അതാണ് സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സെന്റൻസ് എന്തായിരുന്നു? Irrespective of the place they are operating and are equally applicable to both public and private sector. പബ്ലിക് സെക്ടറിലും അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സെക്ടറിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലായാലും ഈ ലാബുകൾ 4 ടൈപ്പ് ലാബുകളാണ് NABL അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. 4 നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് പ്രൈവറ്റിലായാലും പബ്ലിക്കിലായാലും ഈ നാഷണൽ അക്രഡിറ്റേഷന്റെ അടിസ്ഥാനത്തിലാണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. അതിനകത്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത് സ്മോൾ സൈസ്ഡ്. സ്മോൾ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 100 പേഷ്യൻസിന്റെ സാമ്പിൾ വരെ അവരെ മാക്സിമം കളക്ട് ചെയ്യും. ഇതാണ് സ്മോൾ സൈസ്ഡ്. 100 വരെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ 100 പേഷ്യൻസിന്റെ സാമ്പിൾ എടുക്കുന്നതാണ് സ്മോൾ സൈസ്ഡ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ മീഡിയം. അപ്പൊ സ്മോളിന്റെ കുറച്ചും കൂടി പേഷ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാകും. നോക്കാം. മീഡിയം സൈസ്ഡ്. A laboratory that receives sample up to 101 to 400 patients participants per day. 101 തുടങ്ങി 400 വരെ പേഷ്യൻസിന് നമുക്ക് ഒരു ദിവസത്തിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ഇതാണ് മീഡിയം സൈസ്ഡ്. സ്മോൾ സൈസ്ഡ് പറഞ്ഞത് 100 വരെ, ഒരു ദിവസത്തിൽ 100 പേഷ്യൻസിനെ വരെ നോക്കുന്നതാണ് സ്മോൾ സൈസ്ഡ്. മീഡിയം സൈസ് ആകുമ്പോൾ 101 മുതൽ 400 വരെ പേഷ്യൻസിന് നമ്മൾ
ഒരു ദിവസത്തിൽ ഒരു പെർ ഡേയിൽ നോക്കുന്നതാണ് മീഡിയം സൈസ്. തേർഡ് വൺ ലാർജ് സൈസ്. അപ്പൊ കുറച്ചും കൂടി ഉയർന്നു അല്ലെ. 401 401 പേഷ്യൻസ് തുടങ്ങി 1000 പേഷ്യൻസിന് വരെ ഒരു ദിവസത്തിൽ നോക്കുന്നു. കുറച്ചും കൂടി ലാർജ് ആയി അല്ലെ. 1000 പേഷ്യൻസിന് വരെ നോക്കുന്നതാണ് ലാർജ് സൈസ് എന്ന് വിളിക്കുന്നത്. വെരി ലാർജ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a laboratory that receives more than 1000 patients. ഒരു ദിവസത്തില് 1000-ൽ കൂടുതൽ പേഷ്യൻസിനെ നോക്കുന്നതാണ് വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. മൾട്ടി ലബോറട്ടറി ഒക്കെ ആയിരിക്കും അല്ലെ. കുറച്ചും കൂടി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉള്ള ലബോറട്ടറി ആയിരിക്കും വെരി ലാർജ് സൈസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ സൈഡിലൊന്ന് എഴുതിയിടാം. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതിയിടാം. സ്മോൾ സൈസ് എന്ന് എഴുതാം. നോട്ട്ബുക്കിൽ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിക്കോളും. ഒരു നോട്ട് കൂടി ഉണ്ട് കേട്ടോ. 5 ടൈപ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ, അതുകൂടെ ഒന്ന് നോക്കാം. A laboratory having more than one location in the same district with the same legal identity. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ DDIC എന്ന് പറഞ്ഞ ഒരു ലാബ് സെയിം ഒരു ജില്ലയിൽ തന്നെ അവര് ഡിഫറെന്റ് ഏരിയകളിൽ ഉണ്ടാവും. ഇല്ലേ ഇപ്പോ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ലാബ് തന്നെ അതിന്റെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഇല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചിലപ്പോ ആ ഒരു ടെസ്റ്റ് ആ ഒരു ലാബിൽ ഉള്ളതുണ്ടെങ്കിൽ അവരുടെ മറ്റ് ബ്രാഞ്ചിലേക്ക് നമ്മൾ അയക്കും എന്ന് പറഞ്ഞു. ഇല്ലേ ഓർമ്മയുണ്ടോ പറഞ്ഞത്? അതായത് ഒരു ലാബുകാരുടെ തന്നെ ഡിഫറെന്റ് ആയിട്ട് പല ഏരിയകളിലും അവരുടെ തന്നെ ബ്രാഞ്ച് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. സ്മോൾ സൈസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 100 പേഷ്യൻസിന് വരെ സാമ്പിൾ എടുക്കുന്നതാണ് സ്മോൾ സൈസിൽ എന്ന് വിളിക്കുന്നത്. മീഡിയം എന്ന് പറഞ്ഞാല് 101 മുതൽ 400 വരെ പേഷ്യൻസിന് നമുക്ക് ഒരു ദിവസത്തിൽ സാമ്പിൾ എടുക്കാം. ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 401 മുതൽ ഒരു 1000 പേഷ്യൻസിന് നമുക്ക് സാമ്പിൾ എടുക്കും. വെരി ലാർജ് എന്ന് പറയുമ്പോൾ 1000-ൽ കൂടുതൽ പേഷ്യൻസിനെ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒരു ജില്ലയിൽ തന്നെ അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ വേണമെന്ന് എഴുതിയിട്ടോളൂ. നോട്ട്ബുക്ക് എടുക്കാമോ എല്ലാവരും? ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അതായത് ഒരു ലാബ് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ DDIC എന്ന് പറഞ്ഞൊരു ലാബ് അവരുടെ ആ സെയിം പേരിൽ തന്നെ ഒരു ജില്ലയിൽ തന്നെ ഡിഫറെന്റ് പ്ലേസുകളിൽ ഉണ്ടാകും. ഇപ്പോ നിങ്ങളുടെ ഏരിയകളിലും ഉണ്ടാകും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് വേറെ ഒരു ഏരിയയിലും സെയിം DDIC എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ തന്നെ ബ്രാഞ്ച് ഉണ്ടാവും. ഒരു ജില്ലക്കുള്ളിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? സെയിം പേര് തന്നെ ആയിരിക്കും. ഇപ്പൊ DDIC ആണെങ്കിൽ DDIC തന്നെ ആയിരിക്കും. ഒരു ജില്ലയിൽ തന്നെ അവർക്ക് ഒരു 5-6 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി എടുത്തോളൂ. ലെവൽസ് ഓഫ് ലബോറട്ടറി ഒരു ഹെഡിങ് കൊടുത്തിട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറി ഒരു ഹെഡിങ് കൊടുത്തിട്ട് ലെവൽസ് ഓഫ് ലബോറട്ടറി എന്നിട്ട് എഴുതിക്കോളൂ. സ്മോൾ സൈസ് എന്ന് എഴുതാം. താഴെ സ്മോൾ സൈസ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. ഒരു കുഞ്ഞു ഹൈഫൻ ഇട്ടിട്ട് 100 പേഷ്യന്റ് എന്ന് എഴുതാം. 100 പേഷ്യന്റ് 100 പേഷ്യന്റിന് നോക്കുന്നു. അതിന്റെ താഴെ മീഡിയം സൈസ് എന്ന് എഴുതാം. മീഡിയം സൈസ് ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം. 101 to 400 എന്ന് എഴുതാം. അത്ര മാത്രം മതി. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റണം. 101 to 400 അത്രയും പേഷ്യൻസിന് നോക്കുന്നു. ലാർജ് സൈസ് ഒരു ഹൈഫൻ ഇടാം. 401 1000 401 to 1000 നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ.
Then very large size ഇടുന്ന ഹൈഫൻ ഇടാം. Very large size ഹൈഫൻ ഇടാം. More than 1000. More than 1000 എന്ന് കൊടുക്കുക. More than 1000. Then multiple location കൊടുക്കുക കേട്ടോ. Multiple location. ഹൈഫൻ ഇടാം. ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് എഴുതിക്കോളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് എഴുതിക്കോളൂ. ഓക്കെ, ഇതാ എഴുതിയത് ഒരു ചെറിയൊരു ബോക്സ് പോലെ വരച്ചിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ബോക്സ് പോലെ പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെവൽസ് ഓഫ് ലബോറട്ടറീസ് വരെയാണ് നമ്മൾ ഇന്ന് നിർത്തിയിരിക്കുന്നത്. മിക്കവാറും നാളെയും ഈ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോ കുറച്ച് സ്പീഡിലൊക്കെ എടുത്തു എങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യത്തെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഇച്ചിരി മനസ്സിലാകാനായിട്ട് ആ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡിസൈൻസും അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഒക്കെ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യൂ. യെസ് മാം. ഓക്കെ, ഫസ്റ്റ് ഡേ നമുക്ക് ഏതൊരു ചാപ്റ്റർ തുടങ്ങുമ്പോഴും ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രം അതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് വന്നു. അങ്ങനെയല്ലേ എല്ലാ ചാപ്റ്ററും? ആണോ? ആണോ? എന്ത് പറ്റി? ക്ലാസ് കേട്ട് കഴിഞ്ഞ് മീൻസ് ബോറായോ എല്ലാവർക്കും? റെസ്പോൺസ് ഒന്നും ഇല്ലാരും? എല്ലാവരും ഇല്ലേ ക്ലാസ്സിലെ? ഉണ്ട് മാം. ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമ്മള് അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷൻ ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ ഇതുവരെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അടയാളപ്പെടുത്താം, എഴുതാനുള്ളതും ഇതൊക്കെ നമ്മൾ എഴുതി പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ. എല്ലാം എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ല. നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. മാക്സിമം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി സ്പീഡില് ഭയങ്കര സ്ലോ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റഡി ലീവ് ഒന്നും കിട്ടില്ല. നമുക്ക് ആ ഒരു ടൈമൊക്കെ അപ്പൊ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. അശ്വതി മാം എക്സാം കഴിഞ്ഞിട്ട് ഇനി വരുവോളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് മാമിന്റെ ക്ലാസ് അങ്ങനെ നമ്മള് എടുത്തത് കേട്ടോ. കാരണം നമ്മുടെ പോർഷൻസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണല്ലോ. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ മാമിന് ഇഷ്യൂ വന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവണം. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാഞ്ഞത് കേട്ടോ. നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ട ഭാഗം മാത്രം നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അശ്വതി മാം നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട് നിങ്ങൾ തരാറുണ്ടോ? അങ്ങനെ എല്ലാത്തിനും എങ്ങനെയാ? തരാറുണ്ട്. ലാസ്റ്റ് പഠിപ്പിച്ചത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി മാം. നോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം ആ സ്റ്റഡി എന്തിനെ കുറിച്ചുള്ള പഠനം മാത്രം എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് അതിൽ കൂടുതൽ അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻസ് ഉള്ളത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ മാമിന് അങ്ങനെ പെട്ടെന്ന് ട്രൈ ആയതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ടീച്ചേഴ്സ് മാറി അങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എടുത്തിട്ട്? കുഴപ്പമുണ്ടോ? നമുക്ക് അത്ര എക്സ്പ്ലനേഷനുള്ള ടൈമിങ് ഇല്ല. അതുകൊണ്ടാണ് അത്യാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? കുറവില്ലേ മാം? എന്താ? അശ്വതി മാമിന് കുറവില്ലേ?
അത് കുറച്ച് റെസ്റ്റിലാണ് ആള്. അപ്പൊ അതുകൊണ്ട് ഇനി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആവണമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ബാക്കിയാണ് കിടക്കില്ലേ, എക്സാമിന് ഉള്ള ചാപ്റ്റർ ആണല്ലോ, അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നിർത്തിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ടീച്ചർ എടുക്കുന്നോണ്ട്? ഇല്ല മാം. ഇല്ല മാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഭാഗം നന്നായിട്ടൊന്ന് വായിക്കാം കേട്ടോ, കാരണം നമ്മൾ കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ വായിക്കണം. നമ്മൾ ഈ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് രാത്രി കിടക്കണമെങ്കിൽ മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ആരുടെ ക്ലാസ് മാം? നെക്സ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഏതായിരുന്നു, ഇംഗ്ലീഷ് ആണോ? അതെ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് സാറിന്റെ ക്ലാസ് തന്നെ ആയിരിക്കും കേട്ടോ. ടുമാറോ മിക്കവാറും നിങ്ങൾക്ക് നാളെ ഇനി ഫസ്റ്റ് ക്ലാസ് ആരുടെ ആയിരുന്നു? അശ്വതി മാമിന്റെ ആയിരുന്നോ? അതെ. അല്ലെങ്കിൽ അശ്വതി മാം മതിയോ? അശ്വതി മാമിന് ഇപ്പോ ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. എടാ ഇത് ഏതുവരെ എടുത്തേ? ഈ ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഫുൾ എടുത്തോ? ഫുൾ എടുത്തു. എടുത്തു. മൾട്ടിപ്പിൾ ലൊക്കേഷൻ വരെ. ഓക്കെ ഓക്കെ, രാത്രി ഒന്ന് പറഞ്ഞായിരുന്നേ. ലെഫ്റ്റ് ആയി ഇടയിൽ. ഞാൻ ഉറങ്ങായിരുന്നു ചേച്ചി. അല്ലടാ, ഇവിടെ എന്താ പറയാ, ഭയങ്കര അർജന്റ് തെരച്ചിലായിരുന്നു പേപ്പേഴ്സ് ഒക്കെ. ഫസ്റ്റ് ഭാഗം ഒന്നും മനസ്സിലായില്ല. ഫസ്റ്റ് അല്ല, എനിക്ക് ലാസ്റ്റ് കിട്ടിയാൽ മതി. ഏതെന്നറിയോ, നമ്മളെ ഈ ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഇല്ലേ, അതില് 8ാമത്തെ പോയിന്റ് മുതൽ ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ, അവിടുന്ന് മുതൽ